അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഞങ്ങളൊരു ഒരു അങ്ങേ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ട് എഴുതിക്കോട്ടെ എന്ന് പോയി അസോസിയേഷൻ ചോദിച്ചിട്ട് എഴുതിയ പാട്ടാണെന്ന് ഞാനിതിനെ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ പോയി നോക്കി ഇന്നത്തെ ഒരു മാധ്യമം പത്രം രാവിലെ ഒരു തിട്ടൂർ എഴുതിക്കുക ഇങ്ങനെ ഒരു സ്തുതി പാടില്ല. കഴിഞ്ഞ 10-12 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആകെ 3 പാട്ടുകളാണ് വന്നത്. 3 പാട്ടുകളെ കണ്ണേ കരളെ VSA എന്നില്ലാത്ത പിന്നെ വിളിച്ചപ്പോൾ ഉണ്ടാവാത്ത ആവേശം, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ശൈലി വെച്ചിട്ട് വെട്ടാൻ നോക്കുന്ന ശൈലി ശരിയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞ ആ വരികളിലേക്ക് നോക്കിക്കേ. നിങ്ങൾ അസോസിയേഷൻ അല്ല ആ പാട്ട് എഴുതി നോക്കുക, ഒരു സ്വതന്ത്ര പാട്ടുകാരനാണ് ഈ പാട്ട് എഴുതിയെങ്കിൽ വെക്കുക. മുഖ്യമന്ത്രി കോവിഡിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. രണ്ടാമതൊരു സംവിധാനം ഒരു തുടർ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ പാർട്ടിയിലുണ്ടാക്കി. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കഴിവ് തന്നെയല്ലേ? കഴിഞ്ഞ 10-14 വർഷം കഴിഞ്ഞ 2 ടേമുകളായിട്ട് എത്ര അഴിമതിയിൽ എത്ര മന്ത്രിമാരെ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ആ പറഞ്ഞ സംവിധാനത്തെ മുഴുവൻ അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു പാട്ട് പുകഴ്ത്തി എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ പത്രത്തിന്റെ ലൈൻ അടക്കം എഴുതി വെച്ചു. എന്തൊരു ഉത്തരവാദിത്തമാണ് കേരളത്തിലെ പത്രങ്ങൾക്ക്. ഒരു തിട്ടൂരാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. എല്ലാം വരികൾ അച്ചട്ടായിട്ട് എഴുതി വെച്ചിരിക്കണം. 1, 2, 3, 4